ഹായ് ഗൈസ്, ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂലാണ്. ആ നൂലിൻ്റെ ആ ഒരു പീസാണ്. അപ്പോൾ നൂല് ചുറ്റി വരുന്ന ഈ ഒരു സംഭവമാണ്. ഈ ചെറിയൊരു ഒരു നീണ്ട ഇതുപോലത്തെ കോല പോലുള്ള സംഭവം. അപ്പോൾ ഇത് ഞാൻ നൂലൊക്കെ തീർന്നപ്പോൾ കളക്ട് ചെയ്ത് വെച്ചതായിരുന്നു, എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വേണ്ടി വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പഴയതൊക്കെ ആയിരുന്നു, ചിലത് ഇപ്പോൾ മുൻപ് തീർന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ 7 ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു വാൾ ഡെക്കോറാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു നമ്മൾ വീടിൻ്റെ മുന്നിലൊക്കെ ഹോമിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഹോം സ്വീറ്റ് ഹോം എഴുതി അങ്ങനത്തെ ചെറിയൊരു വാൾ ഡെക്കോറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു നൂലിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ കളർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഞാൻ ആക്രിലിക്കിൻ്റെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, അത് ഫുൾ ആ പെയിൻറ്റ് തന്നെയാണ്, നല്ല ആ ഒരു എക്സാക്റ്റ് പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രഷ് ഏകദേശം എല്ലാം ഡാമേജ് ആയിരുന്നു, കാരണം നമ്മൾ ഇങ്ങനത്തെ ഓരോ വർക്കിനാണല്ലോ പിന്നെ കൂടുതലും ബ്രഷ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ പേപ്പറിലോ അല്ലെങ്കിൽ ക്യാൻവാസിലോ ഒന്നും പെയിൻറ്റ് ചെയ്യുന്നതല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ബ്രഷും ഡാമേജാണ്. പിന്നെ കഴുകാനൊക്കെ മടിയുള്ളത് കൊണ്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചാണ് മിക്കപ്പോഴും കഴുകുക, അതുകൊണ്ട് തന്നെ ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പെട്ടെന്നൊന്നും പെയിൻറ്റ് ഇതാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബ്രഷിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടൊക്കെ കുറച്ച് സമയം എടുത്തു പെയിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ തറയിൽ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ പാടില്ല, കാരണം ആ ഒരു പെയിൻറ്റ് തറയിലായാലും നമുക്ക് കഴുകി പോക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാനൊരു പേപ്പർ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മേശമേലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടിയിൽ പേപ്പറൊക്കെ വിരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് നന്നായിട്ട് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ കുത്തനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്ന് വീണ് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമ്മളെല്ലാം ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒത്തിരി സമയം ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുൻപേ ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് മോനെ ഉറങ്ങുന്ന ടൈമിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ പിന്നെ അത് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ളതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൻ്റെ ചെരുപ്പൊക്കെ വാങ്ങുന്ന ആ ഒരു ടൈപ്പ് ബോക്സ് ആയിരുന്നു. അതിൽ നിന്നും ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കട്ട് ചെയ്തു, ഇത്രയുള്ളൊരു പീസാക്കി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അളവ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അളവ് നോക്കിയതാണ്, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ അങ്ങനെ വരുന്ന ഒരു സ്ക്വയർ പീസായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണിത്. ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് നമ്മൾ ഇതേപോലെ തേച്ച് വെളുപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ഇത് കവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതേപോലെ കവർ ചെയ്തിട്ട് മേലെ ബാക്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യേണ്ട, മുന്നിൽ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പെയിൻറ്റ് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അതങ്ങനെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വല്ല സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത്, കാരണം പ്രത്യേകിച്ച് ഇതൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒക്കെ ഞാൻ ജസ്റ്റ് സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്തെടുത്ത ആ ഒരു ബോർഡിൽ ഹോം സ്വീറ്റ് ഹോം എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു വാൾ ഡെക്കറാണല്ലോ ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഒരു വാളിലൊക്കെ തൂക്കാൻ പറ്റിയിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് എൻ്റെ ഐഡിയയിൽ ഇങ്ങനെ ഒരു തോട്ടാണ് വന്നത്, ഹോം സ്വീറ്റ് ഹോം എഴുതാമെന്നുള്ള ഒരു തോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടിയിട്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. അതും ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മാർക്കർ പെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലായതുകൊണ്ട് കീറിപ്പോകാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെയിൻറ്റ് നല്ല കട്ടിയുള്ളത് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ ഭയങ്കര കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ പെയിൻറ്റ് ഒന്ന് ഇതാക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പണി കിട്ടും. കാരണം ഞാൻ ലാസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു ഹോം നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടൊന്ന് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ആ ഒരു പോയിൻ്റ് ബ്രഷ് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകിയതിൽ കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കൂടി ഒന്ന് പെയിൻറ്റ് തന്നെ എടുത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കറപ്പിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തു. അപ്പോൾ പെയിൻറ്റ് ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മേലെയാണല്ലോ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സൂചിയാണ്. അപ്പോൾ ഈ ഒരു സൂചി അത്യാവശ്യം കട്ടിയുള്ള സൂചിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇടവിട്ടിട്ട് ഏകദേശം 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ് നമ്മൾ ഓരോ ഹോൾസും ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു എത്ര കാർഡ്ബോർഡ് എത്ര വലുപ്പത്തിൽ എടുക്കുന്നോ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ആ ഒരു നൂലിൻ്റെ സംഭവങ്ങളുണ്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചെല്ലാം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 7 എണ്ണമായിരുന്നു ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 എണ്ണം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു നൂലിൻ്റെ ആ ഒരു സംഭവത്തിലാണ് നമ്മൾ ഹോൾസ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ അതിൻ്റെ ആ ഒരറ്റത്ത് നിന്ന് നമ്മൾ ഒരു ഇഞ്ചല്ല, ഏകദേശം 1 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഞാൻ ഇതേപോലെ സൂചി കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് കയറ്റി കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ആ ഒരു അതിൻ്റെ ഓപ്പോസിറ്റും അതേപോലെ തന്നെ 2 സൈഡിലായിട്ട് ഇതേപോലെ ആ ഒരു ഹോൾസ് കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം ഒരു പഴയതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം കട്ടിയുള്ളത് തന്നെ എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള സൂചി തന്നെ വേണം. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സൂചി വെച്ചിട്ടൊന്നും നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നല്ല കട്ടിയുള്ള സംഭവമാണല്ലോ, കാർഡ്ബോർഡ് പോലത്തെ ഒരു പീസാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുള്ള ഏതെങ്കിലും ഒരു സൂചി വേണം. അപ്പം നമ്മൾ 7 എണ്ണം ഇതേപോലെ ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എംബ്രോയ്ഡറിൻ്റെ നൂലാണ്. എംബ്രോയ്ഡറിൻ്റെ നൂലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൂല് മതി. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നൂല് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ 2 ഇഴ അല്ലെങ്കിൽ 3 ഇഴ അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ എത്രയും എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നൂലിലും അളവൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ആ ഒരു നൂലിൻ്റെ ഇതിലേക്ക് നമ്മൾ കടത്തി വിടുകയാണ്. അപ്പോൾ ഈ ഒരു നൂല് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കടത്തി വിടാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സൂചിയും നൂലിലും ഇതുപോലെ കോത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു സൂചി വെച്ചിട്ട് തന്നെയാണല്ലോ ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു ഐഡിയ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഡെക്കോർ ഏത് ടൈപ്പാണെന്ന്. അപ്പം നമ്മൾ ഇതേപോലെ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു നൂലിൽ നമ്മൾ അളവൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഇതേപോലെ ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഒരു നൂല് ഇതേപോലെ കടത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു നൂലിൻ്റെ കാർഡ്ബോർഡ് ഇട്ട സംഭവം നമ്മൾ ഇതേപോലെ കടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഞൊറി പോലെ അല്ലെങ്കിൽ അതൊരു തൂക്ക് പോലെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഓരോ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെയും ഇതേപോലെ തന്നെ ഓരോ നൂലിൻ്റെ അതിങ്ങനെ കടത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഞൊറി പോലെ ഇങ്ങനെ തൂക്കിയിടുന്ന ആ ഒരു തരത്തിലാണ് നമ്മുടെ ഡെക്കോർ. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ അടുത്ത ആ ഒരു നൂലിൻ്റെ സംഭവം കോത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു നൂൽ ആദ്യം നമ്മൾ ചെയ്ത അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതായത് രണ്ടും ഒരേ ലെങ്ത്തിലല്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു കാണിക്കുന്ന ഇതുപോലെ ഇപ്പോൾ ഈ ഒരു ഇത് കാണിക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ഒപ്പിച്ച് നോക്കുകയാണ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ്, മേലെ ആയിട്ടല്ല താഴെയായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെയാണ് ഇനി നമ്മൾ 7 എണ്ണവും ആ ഒരു നൂല് കടത്തി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു സംഭവം നൂലിൻ്റെ കുറച്ച് താഴെയായിട്ട് അടുത്തത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് മേലെയായിട്ടാണ് മുകളിലായിട്ടാണ് അടുത്ത ആ ഒരു നൂലിൻ്റെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു അറേഞ്ചിലാണ് അത് വരിക. ഒന്ന് മേലെ അതിൻ്റെ താഴെ അതിൻ്റെ മേലെ അതിൻ്റെ താഴെ അങ്ങനെ ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് അത് ഒരേ നിരയിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മൾ നടുവിൽ വരുന്ന ഒരെണ്ണം മാത്രം താഴെയായിട്ട് ബാക്കി മൂന്നെണ്ണം ഒരേ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരേ നിരയിൽ വരുന്ന പോലെ അതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ആയിരുന്നു മനസ്സിൽ വന്നത്, അപ്പോൾ അതങ്ങനെ ചെയ്തു. അപ്പം ഞാൻ 7 എണ്ണമായിരുന്നു ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, കാരണം ഇതേപോലെ തന്നെയാണ് ഇനി ബാക്കിയുള്ള മൂന്നെണ്ണം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കാണിക്കാനില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തത് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തു. ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സംഭവം നമ്മളിത് നിവർത്തി നിന്നപ്പോൾ ആ ഒരു കെട്ടിട്ട ഭാഗം ഉണ്ടല്ലോ, നമ്മൾ നൂല് ചെയ്തേപോലെ കെട്ടിട്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ചിലതിൻ്റെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിറകിലായിട്ട് ആ ഒരു കാർഡ്ബോർഡിൻ്റെ പിറകിലായിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് വലിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു നൂലിങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ ആ ഒരു കെട്ട് വന്ന ഭാഗം ഓട്ടോമാറ്റിക്കലി മേലേക്ക് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞു, അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പം അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ഒരു നൂലൊക്കെ ഇടുന്ന ടൈമിൽ.
അപ്പോൾ എന്തായാലും ഞാനിത് വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാളിൽ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം കനമുള്ളതൊന്നും അല്ലല്ലോ, കാർഡ്ബോർഡിൻ്റെ ബോർഡല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വാളിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന ഒരു നൂലിൻ്റെ വെറുതെ കളയുന്നതാണല്ലോ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും ഒക്കെ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണിത്. ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.